മഹാന്മാരെ അടുത്തെറിഞ്ഞാൽ മനസ്സിലെ വിഗ്രഹം ഉടഞ്ഞു പോകും. മഹേഷിൻ്റെ പ്രതികാരത്തിൽ ക്രിസ്പി ആർട്ടിസ്റ്റ് ബേബിയോട് പറയുന്ന ഒരു ഡയലോഗാണ്. മഹാന്മാരെന്ന് കേൾക്കുമ്പോൾ മിക്ക ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പേര് അത് മഹാത്മാഗാന്ധിയുടെ പേരാണ്. ആ ഒരു രൂപമാണ്. മഹാത്മാഗാന്ധിയെ അടുത്തെറിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള വിഗ്രഹം ഉടഞ്ഞു പോകുമോ? മഹാത്മാഗാന്ധിയുടെ ഡാർക്ക് സൈഡാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മഹാത്മാഗാന്ധി വളരെ വിയേഡായിട്ടുള്ള ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പൂർണ്ണ നഗ്നനായി നഗ്നരായിട്ടുള്ള യുവതികളോടൊപ്പം കിടക്ക പങ്കിട്ടിട്ടുണ്ട്. അങ്ങനെ കിടക്ക പങ്കിട്ടുള്ള സ്ത്രീകൾ പലരും അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ബന്ധുക്കളായിരുന്നു. 19 വയസ്സ് മാത്രം പ്രായമുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് നീസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അനന്തരവൻ്റെ ഭാര്യയായ ചെറുപ്പക്കാരി അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അനേകം സ്ത്രീകൾ. പോപ്പുലർ റൈറ്റിങ്സിൽ അല്ലെങ്കിൽ ചരിത്രത്തിൽ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല. പക്ഷേ ഇത് നടന്നിട്ടുള്ള വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഗാന്ധിജി തന്നെ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കൂടാതെ ഈ പരീക്ഷണത്തിന് വിധേയരാകേണ്ടി വന്നിട്ടുള്ള സ്ത്രീകളും അനുഭവക്കുറിപ്പുകളായിട്ട് എഴുതിയിട്ടുണ്ട്, പുസ്തക രൂപത്തിൽ എഴുതിയിട്ടുണ്ട്, അല്ലാതെയും പങ്കുവച്ചിട്ടുണ്ട്. ഗാന്ധിജിയുമായി അടുത്തിടപഴകിയിട്ടുള്ള പലരും ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ചിലരൊക്കെ അദ്ദേഹത്തിൻ്റെ ആശ്രമം ഉപേക്ഷിച്ച് പോയിട്ടുമുണ്ട്. ഇതിൻ്റെയൊക്കെ തുടക്കം 1906 അന്ന് ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ് മഹാത്മാഗാന്ധി. ഞാൻ ഇനിയുള്ള കാലം മുഴുവനും പൂർണ്ണമായിട്ടും ഒരു ബ്രഹ്മചാരിയായിരിക്കും. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് 40 വയസ്സ് പോലും പ്രായമുണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 1944 അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കസ്തൂർബ ഗാന്ധി മരിച്ചു. അവരുടെ മരണശേഷം കുറേ കൂടെ വിയേഡായിട്ടുള്ള പരീക്ഷണങ്ങളിലേക്കാണ് മഹാത്മാഗാന്ധി കിടക്കുന്നത്. 1946-47 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വലിയ സംഘർഷങ്ങളാണ് നടക്കുന്നത്. വർഗീയ ലഹള നടക്കുന്നു. ഹിന്ദുക്കളും മുസ്ലിംസും കാര്യമായിട്ടുള്ള ഒരു കാരണങ്ങളുമില്ലാതെ പരസ്പരം കൊന്നു തള്ളുന്നു. അങ്ങനെ കൊന്നു തള്ളുന്നതിലൂടെ അവർ സ്വയം ആനന്ദം കണ്ടെത്തുന്നു. ശരിക്കും ഒരു നരകമായിരുന്നു ആ കാലഘട്ടത്തിലെ ഇന്ത്യ. ആ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പിലാക്കാൻ, അവരെയെല്ലാം സമാധാനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോകാൻ മഹാത്മാഗാന്ധി കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷേ ആ പരിശ്രമങ്ങളൊക്കെ പരാജയമായിരുന്നു. 1946-47 കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി നൊവാഖാലി എന്ന ഒരു പ്രദേശത്തുണ്ടായിരുന്നു. അന്നത് ഇന്ത്യയുടെ ഭാഗമാണ്, എന്നാൽ ഇന്ന് ബംഗ്ലാദേശിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആശ്രമവാസികളായിട്ടുള്ള യുവതികളോട് അദ്ദേഹം ഒരു കാര്യം പങ്കുവച്ചു. നമ്മളിന്ന് ഒരു പരീക്ഷണം നടത്താൻ പോവുകയാണ്. ഇന്നുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു പരീക്ഷണം. ഞാൻ പൂർണ്ണ നഗ്നനായി നമ്മുടെ കിടക്കറയിൽ കിടക്കും. എന്നോടൊപ്പം ഈ രാത്രിയിൽ നിങ്ങളും ഉണ്ടായിരിക്കും പൂർണ്ണ നഗ്നരായിട്ട്. നമ്മുടെ രാജ്യത്ത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരമായ വർഗീയ ലഹളകൾക്ക് പിന്നിലുള്ള ഒരു കാരണക്കാരൻ ഞാനായിരിക്കാം. എൻ്റെ ബ്രഹ്മചാര്യത്തിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളായിരിക്കാം. ഞാനൊരു പൂർണ്ണ ബ്രഹ്മചാരിയാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. എൻ്റെ ബ്രഹ്മചാര്യത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, തകരാറുകളുണ്ട്. ആ തകരാറുകൾ ശരിക്കും എൻ്റെ പൊളിറ്റിക്കൽ ലൈഫിനെ ബാധിക്കുന്നു. എൻ്റെ ബ്രഹ്മചര്യം അത് ശരിക്കും എൻ്റെ സ്പിരിച്വലായിട്ടുള്ള ഒരു ലൈഫാണ്. ആ സ്പിരിച്വാലിറ്റി എൻ്റെ പൊളിറ്റിക്കൽ ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ്. നല്ല രീതിയിൽ ബ്രഹ്മചാര്യം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ആളുകൾ കേൾക്കും. രാഷ്ട്രീയപരമായിട്ടുള്ള എൻ്റെ നീക്കങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ ആർക്കും സാധിക്കത്തില്ല. കാരണം അത് എൻ്റെ ബ്രഹ്മചര്യത്തിൻ്റെ ശക്തിയാണ്. ആ ശക്തി ഇപ്പോൾ ക്ഷയിച്ചു പോയിരിക്കുന്നു. ആ ശക്തി ക്ഷയിച്ചിട്ടില്ലെന്ന് എനിക്ക് സ്വയം ബോധ്യപ്പെടുത്തണം. ഒരു പരീക്ഷണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പരീക്ഷണത്തിൽ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും വിജയിക്കാൻ പോകുന്നത് ഇന്ത്യ എന്ന രാജ്യമാണ്. ഇനി അങ്ങോട്ട് ആളുകൾ ആരും മരിക്കില്ല, പരസ്പരം പോരാടില്ല. അവർ എൻ്റെ വാക്കുകൾ ശ്രവിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രം: എൻ്റെ ഈ പരീക്ഷണത്തിൻ്റെ ഭാഗമായി മാറുക. നമ്മൾ ഒന്നിച്ച് ഒരു കിടക്കയിൽ കിടന്നുറങ്ങും. എന്നാൽ അത് സാധാരണഗതിയിലുള്ള ഒരു ലൈംഗികമായിട്ടുള്ള കിടപ്പായിരിക്കില്ല, പൂർണ്ണമായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള ഒരു കിടപ്പായിരിക്കും. ആ കിടപ്പിനെ എനിക്ക് അതിജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോലും ലൈംഗികത തൊട്ട് തീണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വിജയിച്ചു. അല്ല, നമ്മൾ വിജയിച്ചു. അതുമല്ലെങ്കിൽ ഈ രാജ്യം തന്നെ വിജയിച്ചു. അന്ന് ആ രാത്രിയിൽ നഗ്നരായ യുവതികളോടൊപ്പം അദ്ദേഹം നഗ്നനായി ആ കിടപ്പറയിൽ ചിലവഴിച്ചു. ആ കൂട്ടത്തിലെ പ്രമുഖരായിട്ടുള്ള ചില യുവതികളുടെ പേര് ഞാൻ പറയാം. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള
മഹാത്മാഗാന്ധിയുടെ ഗ്രാൻഡ് നീസായ മനു ഗാന്ധി, ഗാന്ധിജിയുടെ അനന്തരവൻ്റെ ഭാര്യയായ ചെറുപ്പക്കാരിയായ അഭാ ഗാന്ധി, ഗാന്ധിജിയുടെ സന്തത സഹചാരിയായ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫിസിഷ്യനായ സുശീല നയ്യാർ. ഈ പരീക്ഷണം ശരിക്കും വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് ആ കാലഘട്ടത്തിൽ സൃഷ്ടിച്ചത്. മാധ്യമങ്ങൾ സൃഷ്ടിച്ച പ്രശ്നമല്ല. മഹാത്മാഗാന്ധിയുമായിട്ട് അടുത്തിടപഴകിയിരുന്ന ആളുകൾ പോലും ഇതൊരു വലിയ പ്രശ്നമായിട്ടെടുത്തു. അവർക്കൊന്നും ഉൾക്കൊള്ളാൻ പോലും സാധിച്ചില്ല. മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന, അദ്ദേഹത്തിൻ്റെ ബംഗാളി ട്രാൻസ്ലേറ്റർ ആയിരുന്ന നിർമ്മൽ കുമാർ ബോസ്, അദ്ദേഹം ശക്തമായ ഭാഷയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജോലി പോലും റിസൈൻ ചെയ്ത് ഗാന്ധിജിയോട് വിട പറഞ്ഞു. സർദാർ വല്ലഭായ് പട്ടേൽ വളരെ ദേഷ്യത്തോടു കൂടിയാണ് ഗാന്ധിജിക്ക് കത്തെഴുതിയത്. ഇത് എത്രമാത്രമാണ് നിങ്ങളുടെ ഫോളോവേഴ്സിനെ വേദനിപ്പിച്ചതെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ഈ ചെയ്തിരിക്കുന്നത് ഒരു വലിയ ബ്ലണ്ടറാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു ബ്ലണ്ടർ. ഗാന്ധിജിയുടെ മകനായ ദേവദാസ് ഗാന്ധിയും രൂക്ഷമായ ഭാഷയിൽ പ്രതിഷേധിച്ചു. ഞങ്ങൾക്കെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യമല്ല, ഞങ്ങളെ ശരിക്കും ഇത് വേട്ടയാടുന്നുണ്ട്. ഗാന്ധിജിയുടെ ആദർശത്തെ ഫോളോ ചെയ്തു വന്ന അനവധി ആരാധകരുണ്ട്, ഗാന്ധിയൻസ് ഉണ്ട്. അതിൽ പലരും ഈ ഒരൊറ്റ കാരണം കൊണ്ട് എന്നേക്കുമായി ഗാന്ധിസം തന്നെ ഉപേക്ഷിച്ചു. ഇത്രയധികം പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും ആദ്യഘട്ടങ്ങളിൽ ഗാന്ധിജി പിന്മാറാൻ കൂട്ടാക്കിയതേയില്ല. ഈ പരീക്ഷണം അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. പക്ഷേ പ്രതിഷേധം അങ്ങ് രൂക്ഷമായപ്പോൾ 1947 അദ്ദേഹത്തിന് ഇത് തിരുത്തേണ്ടി വന്നു. പിന്നീട് ആധുനിക ചരിത്രകാരന്മാരും അരുന്ധതി റോയിയെപ്പോലുള്ള എഴുത്തുകാരുമൊക്കെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഗാന്ധിജിയെ വിമർശിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ ആരാധികമാരായിരുന്ന, ഫോളോവേഴ്സ് ആയിരുന്ന ആ സ്ത്രീകളെ ശരിക്കും പരീക്ഷണ വസ്തുക്കളാക്കി മാറ്റി. ഗിനി പന്നികളെപ്പോലെയാണ് ഗാന്ധിജി അവരെ കൈകാര്യം ചെയ്തിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി ദൈവതുല്യനാണ്, ഒരു ഗുരുവാണ്. ആ ഗുരു എന്തു പറഞ്ഞാലും അത് അതേപടി അംഗീകരിച്ച് കൊടുക്കേണ്ടത് അവരുടെ കർത്തവ്യമാണെന്ന് ഈ സ്ത്രീകൾ കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർ ഒരു രീതിയിലുള്ള എതിർപ്പും പ്രകടിപ്പിച്ചില്ല. ഗാന്ധിജി എന്തു പറയുന്നോ അതായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം നിയമം തെറ്റിക്കാൻ അവരൊരിക്കലും കൂട്ടാക്കിയിരുന്നില്ല. ഗാന്ധിജി ഈ പരീക്ഷണത്തെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന് വേണ്ടി നടത്തുന്ന ഒരു പരീക്ഷണമായിട്ടല്ല, രാജ്യത്തിനു വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി നടത്തുന്ന ഒരു പരീക്ഷണമായിട്ടാണ്. അതായത് ശരിക്കും ആ പരീക്ഷണത്തിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ ഒരു വെറും പരീക്ഷണത്തിൽ പങ്കെടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, രാജ്യത്തിനു വേണ്ടി അവർ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് മാറുകയാണ്, രാജ്യത്തിനു വേണ്ടി പോരാടുകയാണ്. ആ പോരാട്ടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തികഞ്ഞ ഗാന്ധിയന്മാരായിട്ടുള്ള ആ സ്ത്രീകൾക്ക് ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. ഒരു പുരുഷൻ്റെ മോറൽ വാലിഡേഷന് വേണ്ടി സ്ത്രീകളുടെ നഗ്നത അല്ലെങ്കിൽ അവരുടെ നഗ്നമായിട്ടുള്ള ശരീരം ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും എത്തിക്കലായിട്ടുള്ളൊരു കാര്യമല്ലെന്ന് ആ കാലഘട്ടത്തിലെയും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ചരിത്രകാരന്മാരും എഴുതിയിട്ടുണ്ട്. മനു ഗാന്ധി പിന്നീട് ഗാന്ധിജിയെക്കുറിച്ചൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ബാപ്പു മൈ മദർ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതായത് ഗാന്ധിജിയെ അച്ഛൻ്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്ഥാനത്തോ അല്ല, മറിച്ച് അമ്മയുടെ സ്ഥാനത്താണ് കണ്ടിരുന്നത്. ലെസ്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഇടപെടലും ഗാന്ധിജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും അന്ന് നടത്തിയിരുന്ന പരീക്ഷണങ്ങളൊക്കെ ശരിക്കും സ്പിരിച്വലായിട്ടുള്ള പരീക്ഷണങ്ങളായിരുന്നുവെന്നുമാണ് മനു ഗാന്ധി ഈ പുസ്തകത്തിൽ പറയുന്നത്. ഗാന്ധിജിയുടെ പേഴ്സണൽ ഫിസിഷ്യനായിരുന്ന സുശീല നയ്യാർ പറഞ്ഞത് ഗാന്ധിജി ഒരു സന്യാസിയെപ്പോലെ ആയിരുന്നെന്നാണ്. ഗാന്ധിജി നടത്തിയ ഓരോ പരീക്ഷണങ്ങളും, ഓരോ നോട്ടവും, ഓരോ സംസാരവും ശരിക്കും ഓരോ സന്യാസികൾ നടത്തുന്ന അവരുടേതായിട്ടുള്ള കർമ്മങ്ങൾക്ക് തുല്യമായിരുന്നു. മോഡേൺ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ആ പരീക്ഷണത്തിന് വിധേയരായിട്ടുള്ള സ്ത്രീകൾക്ക് ശരിക്കും ട്രോമ ഉണ്ടായിട്ടുണ്ടെന്നാണ്. ആ ട്രോമയെക്കുറിച്ച് പുറം ലോകത്തോട് പറയാൻ അവർക്ക് ശരിക്കും ഭയമായിരുന്നു. അവർ ഭയന്നിരുന്നത് ഗാന്ധിജിയെ ഓർത്തിട്ടല്ല, അല്ലെങ്കിൽ സമൂഹം എങ്ങനെ അവരെ വിലയിരുത്തുമെന്ന് ഓർത്തിട്ടല്ല, മറിച്ച് അവരുടെ പ്രിയപ്പെട്ട ഗാന്ധിജിയെക്കുറിച്ച് ആളുകൾ മോശമായിട്ട് എന്തെങ്കിലും ചിന്തിക്കുമോ എന്നുള്ള ഭയമായിരുന്നു. ഇവരെല്ലാവരും ചെറുപ്പക്കാരികളാണ്, 19 വയസ്സൊക്കെയുള്ള പ്രായമുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലോകമെന്ന് പറയുന്നത് ആ ആശ്രമവും ആ ആശ്രമത്തിലെ സന്യാസി വര്യനായിട്ടുള്ള മഹാത്മാ ഗാന്ധിയുമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേറൊന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ പോലും ആ കാലഘട്ടങ്ങൾ തോന്നിയിരുന്നില്ല. ഗാന്ധിജി എന്താണോ പറയുന്നത് അത് അതേപടി തന്നെ അനുസരിക്കാനാണ് അവർക്ക് തോന്നിയിരുന്നത്. അതിൽ പല ആളുകൾക്കും മാനസികമായിട്ടുള്ള ട്രോമകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, പക്ഷേ അതൊന്നും അവർ റിവീൽ ചെയ്തിട്ടില്ല. സൈക്കാട്രിസ്റ്റുകളുടെ ഈ നിരീക്ഷണം ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു അഭിപ്രായം ഗാന്ധിജിയുടെ സെക്രട്ടറി ആയിരുന്ന നിർമ്മൽ കുമാർ ബോസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ പരീക്ഷണമൊക്കെ കഴിഞ്ഞ് വെളിയിലേക്ക് വരുന്ന സ്ത്രീകൾ ശരിക്കും മാനസികമായിട്ട് തകർന്നാണ് വെളിയിലേക്ക് വന്നതെന്നാണ്.
അവർക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത്ര വേദനയുണ്ട്. പക്ഷേ ആ വേദന അവർ പങ്കുവെക്കുന്നില്ല. എന്നാൽ അവരുടെ മുഖഭാവത്തിൽ അവരുടെ ചേഷ്ടകൾ അതൊക്കെ വ്യക്തമായിരുന്നു. ഇതിനെ തുടർന്നാണ് അന്ന് നിർമ്മൽ കുമാർ ബോസ് രാജിവെക്കുന്നത്. മഹാത്മാഗാന്ധി വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം കള്ളം പറയാറില്ലായിരുന്നു. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഈ പരീക്ഷണത്തെക്കുറിച്ച് ലോകം അറിയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് മറച്ചു വയ്ക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ മറച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നില്ല ഗാന്ധിജി. അദ്ദേഹത്തിന് സ്വപ്നസ്ഖലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് 1930കളിൽ. പക്ഷേ ഒരിക്കലും അദ്ദേഹം ഈ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് സ്വപ്നസ്ഖലനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വികാരങ്ങളോ ഉണ്ടായിട്ടില്ല. 1930കളിൽ സ്വപ്നസ്ഖലനം ഉണ്ടായപ്പോൾ അത് പബ്ലിക്കായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ലോകത്തോട് തന്നെ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യം എന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. മഹാത്മാഗാന്ധി വളരെയധികം അന്ധവിശ്വാസങ്ങളുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അന്ധവിശ്വാസങ്ങൾ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം പൂർണ്ണമായിട്ടും ഒരു ബ്രഹ്മചാരിയായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ലൈഫിനെ ബാധിക്കും. പൊളിറ്റിക്കൽ ലൈഫിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളൊക്കെ സക്സസ് ആയി മാറും ആ പരീക്ഷണങ്ങളൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ. എന്നാൽ ബ്രഹ്മചര്യം പൂർണ്ണമായിട്ടും വിജയിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പരാജയം കൂടിയായിരിക്കും. ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യക്കാരോട് ക്ഷമ ചോദിച്ചത്. എനിക്ക് സ്വപ്നസ്ഖലനമുണ്ടായി, അതായത് ശരിക്കും എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഞാൻ ബ്രഹ്മചാരിയല്ല, അതിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ എന്നോട് ക്ഷമിക്കണം. ആ പരാജയം എൻ്റെ പൊളിറ്റിക്കൽ ലൈഫിനെ സ്വാധീനിക്കുന്നു. അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള സാധ്യതകൾ മങ്ങലേൽപ്പിക്കുന്നു. പിന്നീട് കുറച്ചുകൂടെ ഹാർഷായിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ബ്രഹ്മചര്യത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റി കുറച്ചുകൂടെ ഉയർന്ന തലങ്ങളിലേക്ക് ഉയർത്താൻ ഗാന്ധിജിക്ക് സാധിച്ചു. പിന്നീട് പൂർണ്ണമായിട്ടും ഒരു ബ്രഹ്മചാരിയായിട്ട് തന്നെയാണ് കഴിഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ആ കാലഘട്ടത്തിൽ ഈ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റുകളോട് എന്തെങ്കിലും ഒരു വിമുഖത ഉണ്ടായിരുന്നെങ്കിൽ അത് ആ സ്ത്രീകൾ പറഞ്ഞില്ലെങ്കിലും ആദ്യം അത് പറയാൻ പോകുന്നത് മഹാത്മാഗാന്ധി തന്നെ ആയിരുന്നേനെ. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളെക്കുറിച്ചും തെറ്റുകളെക്കുറിച്ചും ചെയ്ത മോഷണങ്ങളെക്കുറിച്ച് പോലും അദ്ദേഹം, അതായത് ചെറുപ്പകാലത്തിൽ അദ്ദേഹം ചെയ്ത മോഷണങ്ങളെക്കുറിച്ച് പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ഡാർക്ക് സൈഡ് റേസിസമാണ്. 1893 മുതൽ 1914 വരെയുള്ള കാലഘട്ടങ്ങൾ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. സൗത്ത് ആഫ്രിക്ക അന്ന് ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. ആ കാലഘട്ടങ്ങളിലൊക്കെ സൗത്ത് ആഫ്രിക്കയിൽ വലിയ രീതിയിലുള്ള റേസിസം ഉണ്ട്. കറുത്ത വർഗ്ഗക്കാരെ നീചനായിട്ടുള്ള മനുഷ്യരായിട്ടാണ് കണ്ടിരുന്നത്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഗാന്ധിജിയും അതേ രീതിയിൽ തന്നെയാണ് അവരെ കണ്ടിരുന്നത്. അത്തരത്തിലുള്ള എഴുത്തുകൾ പോലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുഴുവനും ഇന്ത്യക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതേ റേസിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയായിരുന്നു. കറുത്ത വർഗ്ഗക്കാർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അവഗണന, ആ അവഗണന മാറ്റണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്നാൽ അതേ അവഗണന തന്നെയാണ് ഇന്ത്യക്കാർക്ക് കിട്ടുന്നത്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇന്ത്യക്കാരും കറുത്ത വർഗ്ഗക്കാരും ഒരുപോലെയല്ല. കറുത്ത വർഗ്ഗക്കാരെക്കാൾ കുറച്ചുകൂടെ മുൻപന്തിയിലുള്ള ആളുകളാണ് ഇന്ത്യക്കാർ. അതുകൊണ്ട് തന്നെ ഈ അവഗണന നേരിടേണ്ട ഒരു ആവശ്യവും ഇന്ത്യക്കാർക്കില്ലെന്ന് അദ്ദേഹം വാദിച്ചു. അവർക്ക് വേണ്ടി സമരങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗാന്ധിജി തന്നെ ഇത് തിരുത്തി. ഈ പറഞ്ഞതൊക്കെ വലിയ അബദ്ധങ്ങളാണെന്ന് ഗാന്ധിജിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ടായിരുന്നു. പിന്നീടുള്ള കാലഘട്ടങ്ങളിലൊക്കെ മനുഷ്യർക്ക് വേണ്ടിയാണ് അദ്ദേഹം നിലകൊണ്ടത്. അല്ലാതെ നിറത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒക്കെ പേരിൽ അദ്ദേഹം മനുഷ്യരെ വേർതിരിച്ച് കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫാക്ച്വൽ ആണെങ്കിൽ പോലും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ചില മിത്തുകളുമുണ്ട്. അതിലൊന്നാണ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഹിറ്റ്ലറിന് നിരന്തരമായി ഗാന്ധിജി കത്തുകൾ എഴുതാറുണ്ടായിരുന്നെന്നും ആ കത്തുകളിലൊക്കെ ഹിറ്റ്ലറിനെ സുഹൃത്ത് അല്ലെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട് എന്ന രീതിയിലാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളതായിട്ടാണ് ആളുകൾ പറയുന്നത്. ഇവർ തമ്മിൽ വലിയ അടുത്ത ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ സാധിക്കില്ല. ഗാന്ധിജി ഹിറ്റ്ലറിന് കത്തുകൾ അയച്ചിട്ടുണ്ട്. ആ കത്തുകളിലൊക്കെ അഭിസംബോധന ചെയ്തത് ഡിയർ ഫ്രണ്ട് എന്ന രീതിയിൽ തന്നെയാണ്. എന്നാൽ ഗാന്ധിജി ഹിറ്റ്ലറിനെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ ഒപ്പോണൻസിനെയും ഡിയർ ഫ്രണ്ട് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് ആരും ശരിക്കും ശത്രുക്കളല്ല. എല്ലാവരും തുല്യരായിട്ടുള്ള മനുഷ്യരാണ്.
എല്ലാവരിലും സമാധാനം ഉണ്ടാകണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് സമാധാനത്തിൻ്റെ ആയുധം തന്നെയാണ്. ഹിറ്റ്ലറിന് 2 കത്തുകൾ എഴുതിയിട്ടുണ്ട്. ആ 2 കത്തുകളിലും ഡിയർ ഫ്രണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് അധികമാരും ചർച്ച ചെയ്യുന്നില്ല. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് സമാധാനത്തെക്കുറിച്ചായിരുന്നു. നിലവിലുള്ള യുദ്ധം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക. ജൂതന്മാർ നമ്മളെപ്പോലെ തന്നെ ഉള്ള ഒരു മനുഷ്യർ തന്നെയാണ്. അവിടെ ഒരു രീതിയിലുള്ള വേർതിരിവിൻ്റെയും ആവശ്യമില്ല. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ലോക സമാധാനം ഉണ്ടാക്കിയെടുക്കുക. ഇതായിരുന്നു ഗാന്ധിജിയുടെ ആവശ്യം. അല്ലാതെ ഹിറ്റ്ലർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ഗാന്ധിജി പ്രകീർത്തിച്ചിട്ടില്ല. അതിനെതിരെയായിരുന്നു ഗാന്ധിജിയുടെ കത്തുകൾ. പക്ഷേ അതെല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയിലായിരുന്നു എന്ന് മാത്രം. ശത്രുക്കളെപ്പോലും സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അങ്ങനെ സ്നേഹത്തിലൂടെയാണ് ഗാന്ധിജി മഹാത്മാഗാന്ധിയായി മാറിയത്. ഗാന്ധിജിയെ എനിക്ക് ഇനിയുള്ള കാലഘട്ടങ്ങളിലും മഹാത്മാഗാന്ധി എന്ന് തന്നെ വിളിക്കാനാണ് താല്പര്യം. അദ്ദേഹം ഒരു കൊച്ചു കുട്ടിയെപ്പോലെയായിരുന്നു. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ തന്നെ നിഷ്കളങ്കനായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു. ആ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കൊച്ചു കുട്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തിയായിട്ട് മാത്രമാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റ് അത് ക്രൂരമായിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ പോലും അതങ്ങനെ ക്രൂരമായിട്ടുള്ളൊരു നടപടിയാണെന്ന് അദ്ദേഹത്തിന് സ്വയം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പിന്നീട് അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനും അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ സ്വയം ഏറ്റുപറയാനും മഹാത്മാഗാന്ധിക്ക് സാധിച്ചു. അങ്ങനെ ഏറ്റുപറയാൻ സാധിക്കുന്ന ഒരൊറ്റ വ്യക്തി മാത്രമേ എനിക്കറിയുകയുള്ളൂ. അത് മഹാത്മാഗാന്ധി മാത്രമാണ്. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടികട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസിയായി പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ memory20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്യുക.